Hello guys, good morning. Good morning. Biru. അസ്സലാമുഅലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീറു ഇല്ലാത്ത ദിവസത്തിന് പ്രത്യേകത എന്താണ്? മീരാക്കിൻ്റെ 6 മാസം ഫുള്ളായിട്ടുണ്ട് കേട്ടാ. അല്ല മീറ, എത്ര പെട്ടെന്നാണല്ലോ പൊന്നു വലുതായത് അച്ഛനീ. അല്ലാ എൻ്റെ പൊന്നു പോലെ വലുതായ. അപ്പം ഇന്ന് നമ്മൾ മെഹ്റാക്ക് സോളിഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. എൻ്റെ ഷെൻസാൻ്റെ ടൈമൊന്നും നമ്മൾ ഇത്രയൊന്നും കാത്തു നിന്നിട്ടുണ്ടായിട്ടാ. നേരത്തെയൊക്കെ ലേശം കഞ്ഞിര വെള്ളം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മെഹ്റാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ കുറേ കുപ്പായം ഒടിക്കണം കേട്ടോ ഗൈസ്, കാരണം ഭയങ്കര തണുപ്പാണ്. നിങ്ങളടുത്തൊക്കെ എങ്ങനെയാണ് ഗൈസ്? ഇവിടെ എന്ന് വെച്ചാൽ മരണ തണുപ്പാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ഫാന് ഒന്നിലാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും ഫാൻ ഓഫ് ആയിക്കുന്ന ഇല്ല. പറ്റി അപ്പോൾ ഒന്നിലാണ് ഇട്ടിട്ടില്ല കേട്ടോ. ഫാൻ ഓഫ് ആക്കിയൊന്നും ശേഷിയില്ല. ഫാൻ്റെ ആ സൗണ്ട് കേൾക്കില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഓൾക്കറിയില്ലല്ലോ, ഓൾക്ക് സോളിഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവൾക്ക് കൊടുക്കാന്നുള്ള രീതിയിൽ. കാരണം അവൾ കുടിക്കോ തുപ്പോ അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഷെൻസ് മാഷാള്ള ഗുഡ് ഗേളായിട്ട് കുടിച്ചിന്. ഇനി ഓളെങ്ങനെയാണെന്നറിയില്ല. അങ്ങനെ നമ്മൾ മെഹറാക്ക് വേണ്ടിയിട്ട് കുറുക്കാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് പ്യൂർ പാക്ക് ഫുഡ്സിൻ്റെ പൊടിയാണ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ട്രെയിനിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് റാഗിയും പിന്നെ സൂചി ഗോതമ്പും മിക്സ് ആക്കിയാണ്. നമ്മൾ സാധാരണ പൊതുവെ ആദ്യം നമ്മളുടെ ഷെൻസിൻ്റെ സമയത്ത് തന്നെ ഗോതമ്പും മുത്താറും ഞാൻ മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തുറക്കാൻ അങ്ങനെ ആദ്യം വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് മധുരത്തിന് വേണ്ടി അപ്പോൾ ഇതിനാണ് ഞാൻ മധുരത്തിന് ആഡ് ചെയ്യാൻ പോകുന്നത് ഈത്തപ്പഴത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ. പിന്നെ ഞാൻ ഇതുണ്ടാക്കിയപ്പം എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഷൂട്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഓരോ പൊടികളും ഇട്ടിട്ട് അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്താണ് എടുത്തത്. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയതെന്ന് വെച്ചാൽ പൊടി കട്ട പിടിച്ച്. ഏത് പൊടിയായാലും അങ്ങനെയല്ല, നമ്മൾ അപ്പം തന്നെ ഇളക്കിയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ മിക്സ് ചെയ്തില്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ അതങ്ങനെ ഇത് ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ കട്ട ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും എന്താണ് ഉണ്ടാക്കിയപ്പം പെട്ടെന്ന് തന്നെ വെള്ളം ചൂടായപ്പോൾ ഇടുക, അപ്പോൾ ഇളക്കി. അപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്കാളും നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയത് ആദ്യം നമുക്ക് വെള്ളത്തിൽ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുക. പൊടി നമ്മൾ ഏത് പൊടി കൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ആ പൊടി ഒന്ന് ജ്യൂസ് അടിക്കുക, എന്നിട്ട് കുറുക്കാക്കുക. നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് എന്താണ് ഈത്തപ്പഴത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഫസ്റ്റ് മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു അവസ്ഥ. രണ്ടാമത് ചെയ്തപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്ന് ജ്യൂസ് അടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ചൂടാകുമ്പോൾ പൊടിയിട്ട് അപ്പം തന്നെ ഇളക്കുക കേട്ടോ. അപ്പോൾ ഏത് പൊടിയായാലും അങ്ങനെ എന്തിൻ്റെ. അങ്ങനെ നമ്മുടെ മീഹ്റോക്ക് നമ്മൾ എന്തെന്ന് കുറുക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഷെൻസുവിൻ്റെ കൈ കൊണ്ടാണ് വിസ്മയം കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞിലിട്ടാണ് കൊടുക്കാൻ വന്നത്. അപ്പം നമുക്ക് മീഹ്റ കുടിക്കോ ഇല്ലെന്ന് നോക്കാം കേട്ടോ. കൊടുത്തോ എക്സ്പ്രഷൻ എങ്ങനെ? നീണ്ടാ മിഹ്റ 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 നീർക്കണ്ട. ഞാൻ പണ്ട് കാമക്കടത്തി കൊടുക്കുന്നറിയാ, ഇങ്ങനെ പിടിച്ചാട്ടെന്ന്. കാമക്കടത്തിയുടെ സാധാരണ കൊടുക്കില്ല, ഇങ്ങനെ തിരുവനൊക്കെ കൊടുക്കൂല. ക്ലിയർ അല്ലേ? ചിരിക്കണ്ട, അതിനോട്ട് പോ. ചിരിക്കണ്ട, അത് നോക്കി അത് രസമായിട്ട് തോന്നും. ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന സമയത്തില്ലേ ആൾ ഉഷാറായിട്ട് കുടിച്ചിന് കേട്ടാ. പക്ഷെ പിന്നെ കൊടുത്തപ്പോൾ മതിയായി കേട്ടോ. നമ്മൾ മക്കൾക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, അപ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവും. അപ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് ശരിയാവും കേട്ടോ.